ജോബീസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് ചക്കക്കുരും മുരിങ്ങാക്കോലും മാങ്ങ ഇട്ട് വെച്ചുള്ള കറിയാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും മറ്റു കാര്യങ്ങളും നോക്കാം. ഞാൻ ഇവിടെ ഒരു 200 ഗ്രാമോളം ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തെടുത്തതാണ്. നമുക്ക് ആദ്യം ഇത് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അല്പം വെള്ളം കൂടി ഒഴിച്ച് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. നമുക്ക് ആദ്യം അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, അല്പം ഉപ്പിട്ട് കൊടുക്കാം, പിന്നെ നമുക്ക് 2 വേപ്പിലയും കൂടി ഈ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. ആദ്യത്തെ വിസിൽ കേട്ടതിന് ശേഷം തീ ചുരുക്കി വെച്ച് ഒരു 1-2 വിസിലും കൂടി കേൾപ്പിച്ച് എടുക്കുക. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാൻ മാങ്ങ എടുത്തിട്ടുണ്ട്, മുരിങ്ങാക്കോല്, ഒരു അരമുറി തേങ്ങ, പിന്നെ താളിക്കാനായിട്ടുള്ള 2 ചെറുള്ളിയും 2 ഉണക്കമുളകും, പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, 2-3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ മുളക് പൊടി, അല്പം കറിവേപ്പില, വെളിച്ചെണ്ണ, വെള്ളം. ഇത്രയാണ് നമുക്ക് വേണ്ട ഘടകങ്ങൾ. ഞാൻ ഒരു മാങ്ങയാണ് എടുത്തേക്കുന്നത്, ഒരു ഇടത്തരം ഒരു മാങ്ങയും 2 മുരിങ്ങാക്കോലുമാണ് എടുത്തേക്കുന്നത്. നമുക്കത് ആദ്യമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി അതിനുശേഷം നമ്മൾക്കൊരു മൺചട്ടിയോ അതല്ലെങ്കിൽ ഇൻഡാലിയത്തിൻ്റെ പാത്രം എടുക്കുക. അതിലാണ് നമ്മളുടെ കറി തയ്യാറാക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ നമ്മുടെ മൺചട്ടിയിലേക്ക് ഇട്ടു. ഇനി നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/2 സ്പൂണിന് മേലെ 3/4 സ്പൂണോളം മുളക് പൊടി ഇട്ടു. പിന്നെ നമ്മൾക്ക് അല്പം വേപ്പിലയും കൂടി, കറിവേപ്പില ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് കളഞ്ഞിടാം നമുക്ക്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം അല്പം കുറവാണ്, നമുക്ക് മുരിങ്ങാക്കോലൊക്കെ ഇട്ടതിന് ശേഷം വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. മുരിങ്ങാക്കാവിലും ഇട്ടു. അതുപോലെ തന്നെ നമ്മളുടെ മാങ്ങ അതിലേക്ക് വാരിയിട്ടു. ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം, വെള്ളം കുറവുണ്ടോ ഇല്ലയെന്ന് നോക്കാം. വെള്ളം കുറവാണ്. നമ്മൾക്ക് ഈ കഷ്ണങ്ങളുടെ മുകളിൽ നിൽക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. അത് വേവുന്ന നേരം കൊണ്ട് നമ്മളുടെ തേങ്ങ ഒന്ന് അരച്ച് വയ്ക്കാം. അതേമാതിരി തന്നെ താളിക്കാനുള്ള ചെറിയ ഉള്ളി അരിഞ്ഞ് വയ്ക്കാം. ഇത്തരം പണികൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെയ്തു വയ്ക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തേങ്ങ അരച്ച് വയ്ക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ച് വയ്ക്കാം. ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ മുരിങ്ങാക്കോലും മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. അതേമാതിരി തന്നെ നമ്മളെ കുക്കറിലെ ചക്കക്കുരു വെന്തിട്ടുണ്ട്. ഈ ചക്കക്കുരു നമ്മൾക്ക് ഈ മാങ്ങയും മുരിങ്ങാക്കോലും ഉള്ള ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾക്ക് ഈ സമയത്ത് തീ ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഒരു തിള വന്നേ പിന്നെ ഹാഫ് ഫ്ലെയിമാണ് ഇട്ടിരുന്നത്. അത് ഈ ചക്കക്കുരു ഇട്ടതിന് ശേഷം ഫുൾ ഫ്ലെയിമിലേക്ക് നമ്മളെ നോബ് തിരിച്ചു വയ്ക്കാം. ഇതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇളക്കി നമുക്ക് തിളയ്ക്കാൻ മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മളുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് നമുക്ക് ഇളക്കിയതിന് ശേഷം നമ്മളുടെ നന്നായി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം ആ ജാറിലെ തേങ്ങയൊക്കെ അരപ്പൊക്കെ ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് നമ്മളുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ജാറിലെ അരപ്പ് മൊത്തം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. വെള്ളം നമ്മൾക്ക് അല്പം കുറവാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം ഏകദേശം കറക്റ്റ് ആവുകയും ചെയ്യും. ഇത് നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇത്തിരി നേരം വെയിറ്റ് ചെയ്യാം. ഇത് നന്നായി ഇപ്പം നമ്മളുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് നമ്മൾക്ക് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾക്ക് ഇതിനകത്തേക്ക്
താളിച്ചിടാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്തു. ഞാൻ വേറൊരു ചെറിയ ചട്ടി വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ വറ്റൽമുളക് ആദ്യം ഒന്ന് ഇട്ട് മൂപ്പിച്ചെടുക്കാം. അതൊരു ബ്ലാക്ക് കളറ് ആവുമ്പോൾ നമ്മളുടെ ചെറിയ ഉള്ളി അരിഞ്ഞു വച്ചിരിക്കുന്നത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്കൊരു 1/4 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കൈയോടെ തന്നെ നമ്മളുടെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മളുടെ താളിപ്പും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ചക്കക്കുരു, മുരിങ്ങാക്കോല്, മാങ്ങ ഇട്ട് വെച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക. അതിൻ്റെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക. അപ്പോൾ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.